കാട്ടാന പ്രതിരോധത്തിന് മാതൃകയായ ജനകീയ ഫെൻസിംഗ് ഉപകാരമില്ലാതെ കാടുമൂടി നശിക്കുന്നു. ഫെൻസിംഗ് ദുർബലമായതോടെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പതിവാകുകയാണ്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതോടൊപ്പം മനുഷ്യജീവന് ഭീഷണിയാവുകയാണ് വന്യമൃഗങ്ങൾ. വർഷം മുൻപ് വൈത്തിരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ചതാണ് ജനകീയ ഫെൻസിംഗ്. ചുണ്ടേൽ ആനപ്പാറ മുതൽ തളിമല വരെയുള്ള 5 കിലോമീറ്ററിലാണ് ഫെൻസിംഗ്. കാട്ടാനശല്യത്തിൽ വലഞ്ഞപ്പോഴുണ്ടായ പ്രതിഷേധം പിന്നീട് പ്രതിരോധമായി മാറുകയായിരുന്നു. 2 വർഷത്തിലധികം മുന്നോട്ടു പോയെങ്കിലും കൃത്യമായ പരിപാലനവും ശ്രദ്ധയുമില്ലാത്തതിനാൽ ഫെൻസിംഗ് നശിക്കാൻ തുടങ്ങി. ഇതോടെ കാട്ടാനയടക്കം ജനവാസ മേഖലയിലേക്ക് എത്തിത്തുടങ്ങി. 2 വർഷത്തോളം ഞങ്ങൾക്ക് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. ആന ഉൾപ്പെടെ ഒരു മൃഗങ്ങളും അങ്ങോട്ട് വരില്ല. വന്നാൽ തന്നെ ആ വേലി കണ്ട് തിരിച്ചു പോകുമായിരുന്നു. അതിന് ഷോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അതിൻ്റെ പരിപാലനം കൃത്യമായിട്ട് വനം വകുപ്പ് ചെയ്യാമെന്ന് ഞങ്ങളോട് പറഞ്ഞെങ്കിലും അവരുടെ ഭാഗത്ത് അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല. അവർ പറഞ്ഞോടത്തൊന്നും ഇത്ര ഒരു വേലി നിർമ്മിച്ചില്ല. അതുകൊണ്ട് കുറച്ചു കാലമായിട്ട് ഈ ജനകീയ ഫെൻസിങ് പൂർണ്ണമായി പ്രവർത്തിക്കുന്നില്ല. പല ഭാഗങ്ങളും തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് ആനയുടെ ശല്യം ഇപ്പോൾ നിരന്തരം കാട്ടാനയുടെ ശല്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഫെൻസിങ്ങിന്റെ കമ്പികൾക്ക് മുകളിൽ മരച്ചില്ലകൾ ചാഞ്ഞു കാടുപിടിച്ച് കിടക്കുകയാണ്. തൂണുകൾ ഇളകിയും ചെരിഞ്ഞും കമ്പികൾ അയഞ്ഞുപോയി. ഇത് കാരണം ഫെൻസിംഗ് ചാർജ് ചെയ്യാൻ സാധിക്കുന്നില്ല. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഫെൻസിംഗ് പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തളിമല മുതൽ ലക്കിടി വരെയുള്ള പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, വയനാട്.